ഹലോ ഗായ്സ്, ബൾബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഐറ്റം ഫുഡൊന്നുമല്ല, ഒരു ട്രിപ്പാണ്. വാൾപ്പാറയിലേക്കാണ് നമ്മുടെ ട്രിപ്പ്. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്തോട്ട് ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും, അതായത് പോകുന്ന വഴിക്ക് കുടിക്കാനുള്ള ദാഹജലം, ചൂടല്ലേ, മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പം നമ്മുടെ ചേട്ടനൊരു i20 എടുത്തായിരുന്നു വണ്ടി, അതിലാണ് ട്രിപ്പ്. നമ്മൾ പോകാൻ തീരുമാനിച്ചിരുന്നു. വണ്ടി തിരിച്ചു. ഗൈസ്, ഇപ്പോൾ നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിലാണ് കയറിയിരിക്കുന്നത്. നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എത്താറായി. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 12 മണിക്ക് തിരിച്ചു, ഒരു 3:30 ആറായപ്പോൾ നമ്മൾ ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്താറായി. ഫോറസ്റ്റ് റൂട്ടാണ്, അതിമനോഹരമാണ് കാഴ്ചകളൊക്കെ. വേനൽക്കാലമാണെങ്കിൽ കൂടി നല്ല പച്ചപ്പാണ്. നമ്മൾ കൂടുതലും ഈ റൂട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണലാണ്, ചൂടില്ല. അതായത് നമുക്ക് ചുറ്റുമുള്ള കാടും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാം. അതെല്ലാം മനസ്സിൽ കണക്കൂട്ടിയാണ് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തത്. ഒരു 2 സൈഡിലും ഇല്ലിക്കാടാണ്. വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണുന്നില്ല. നമ്മൾ നേരെ തന്നെ പോവുക, അതായത് വാൾപ്പാറയിലേക്കുള്ള റൂട്ട് തന്നെ നമ്മൾ നേരെ പോവുകയാണ്. ഒരു 70 കിലോമീറ്ററോളം ഏകദേശം ഫോറസ്റ്റിൽ കൂടി തന്നെ ഇങ്ങനെ സഞ്ചരിക്കണം. അതാണ് ഈ റൂട്ടിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. ഇത് ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണ് വാഴപ്പള്ളി, അതായത് വെള്ളച്ചാട്ടം കഴിഞ്ഞുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അവിടെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോറസ്റ്റ് റോഡിലേക്ക് പക്കയായിട്ട് പ്രവേശിക്കുന്നത്. 5 പേര്, രണ്ട് കുട്ടികൾ. പേര് ജിതിൻ കെ. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്കായി നിർത്തുക. അപ്പം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയേ ഉള്ളൂ നമുക്ക് ഈ റൂട്ടിലൂടെ പ്രവേശനമുള്ളൂ. അവിടെ നോട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറിപ്പോൾ തന്നെ സൈഡിൽ കുരങ്ങന്മാരെ കണ്ടു. നമ്മൾ യാത്ര ചെയ്ത് അങ്ങനെ ഇടയ്ക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് യാത്ര ചെയ്ത് ഇടയ്ക്ക് വെച്ചൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തതാണ്. ഇതും ഫോറസ്റ്റിനുള്ളിൽ തന്നെയാണ്. എല്ലാവരും ഓരോ കാലിച്ചായ അടിച്ചു. നമ്മുടെ പീപ്പിച്ചിനും തപസ്സും ഒഴിഞ്ഞ് ജ്യൂസ് കുടിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം കണ്ടോ, നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ 5000 രൂപയാണ് പിഴ. 5000 രൂപ ഓർത്തോണം. പ്ലാസ്റ്റിക് ഒന്നും അവിടെ വലിച്ചെറിയരുത്. ഇത് നമ്മൾ ആ ചായ കുടിക്കുന്ന സൈഡിലൊരു വ്യൂ ആണേ. കുറച്ച് പാറക്കെട്ടുകളും വെള്ളവും. നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയല്ലോ. അങ്ങോട്ട് സെക്യൂരിറ്റി കയറ്റി വിടത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇവിടം വരെ പോകുള്ളെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കയറിയതാണ്. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് കയറ്റി വിട്ടതാണ് പുള്ളി. കണ്ടോ, മഴക്കാലത്ത് നിറയെ വെള്ളമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം മഴയല്ലാത്തത് കൊണ്ട് കുറച്ച് വറ്റിക്കിടക്കുകയാണ്. ഇത് അടുത്തൊരു അതിഥിയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു മയിലിനെ കണ്ടാണ്. കേട്ടോ, ആൺമയിലാണ്, നിറയെ പീലിയൊക്കെ ഉണ്ട്. കണ്ടോ, നമ്മൾ കണ്ട കുരങ്ങന്മാർ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് കണ്ടതാണ് മയിൽ. ഗൈസ് കണ്ടോ, നെക്സ്റ്റ് കുരങ്ങന്മാർ കണ്ടോ, മാനര കൂട്ടം, അമ്മയും കുഞ്ഞും എല്ലാവരും ഉണ്ട്. നമ്മളാണ് യാത്ര ചെയ്ത് ഏകദേശം പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഇടയ്ക്ക് വെച്ചുകൊണ്ടൊരു അതിമനോഹരമായ കാഴ്ചയാണ്. കേട്ടോ, വെള്ളം അധികമില്ല. ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നത് വെള്ളം പറ്റിക്കിടക്കുകയാണ്. സാധാരണ ആൾക്കാർ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയപ്പോഴത്തേക്കും അപ്പുറ സൈഡിൽ ആന ഇറങ്ങി വെള്ളം കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ വെച്ച് സൂം ചെയ്ത് നോക്കി, ഒന്നിനെ കാണാൻ കഴിയില്ല. പക്ഷേ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ലോങ് ആണത്. നമ്മൾ ആ വഴി ഒരു ടേണിങ്ങിൻ്റെ അവിടെ നിന്ന് കാണുന്നതാണ്. കാടിൻ്റെ നമ്മൾ യാത്രാ മധ്യയാണ് ഈ ഭാഗം വരുന്നത്. നമ്മളൊന്ന് കണ്ടു നോക്കിയേ. ഗൈസ്, നമ്മൾ വനപാത കഴിഞ്ഞ് നമ്മൾ ഷോളയാർ, ഏകദേശം തമിഴ്നാട് എത്താറായി. തമിഴ്നാട് കയറി. നമ്മുടെ ഇടയ്ക്ക് വെച്ചുള്ള റോഡ് ഭയങ്കര മോശമായിരുന്നു. ഒരു 10-20 കിലോമീറ്റർ റോഡോളം പൊളിച്ചിട്ടിട്ട് കുണ്ടും കുഴിയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിലേ ആയി. നമ്മൾ 7 മണിയായി ഏകദേശം നമ്മൾ ഷോളയാർ വന്ന് കയറിയപ്പോൾ. കണ്ടോ, നമ്മൾ പാർക്ക് ചെയ്തു. നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടോ. ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. കാരണം വെച്ചാൽ നമ്മൾ നേരെ റൂമിലോട്ട് പോകാനാണ് പ്ലാന്. ഇപ്പം ഷോളയാർ ഡാമിൻ്റെ താഴെയാണ് കണ്ടോ ഈ മേലോട്ടുള്ള വഴി. ഡാമിൻ്റെ മുകളിലാണ് നമ്മൾ റൂം അറേഞ്ച് ചെയ്യുന്നത്. ചെറിയ ഒരു ഹോം സ്റ്റേ ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചത്. ഞാൻ നിങ്ങളുടെ പീപ്പിച്ചനാണ്. ഞാനും കുഞ്ഞിച്ചേച്ചി ഇവിടുത്തെ പൊറോട്ടയാണ് കഴിച്ചത്. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത്. എല്ലാവരും മുഴുവൻ വീഡിയോ കാണണേ.
ഗൈസ് കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഇത് നമ്മൾ നേരെ ഡാമിൻ്റെ അതായത് നമ്മൾ ആ ഫോറസ്റ്റ് റോഡ് ചെന്ന് കയറി ഡാമിൻ്റെ ഒരു പാലമുണ്ട്. ഫസ്റ്റ് ഡാം, അതായത് റൈറ്റ് സൈഡിൽ ഡാമാണ്. ആ പാലം കയറി ഇറങ്ങി കഴിയുമ്പം ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രഭാസി എന്ന് പറഞ്ഞൊരു കടയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡാണ്. പോകുന്നവരൊക്കെ ഒന്ന് കയറി ട്രൈ ചെയ്തോളൂ. നല്ല ഫുഡാണ്. പൊറോട്ടയും ബീഫ് കറിയും ബീഫ് ഫ്രൈയും ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല മുരിഞ്ഞ പൊറോട്ടയൊക്കെ ആയിരുന്നു. അപ്പം അന്നത്തെ നൈറ്റ് നമ്മളവിടെ ഹോം സ്റ്റേയിൽ കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ള വ്യൂ ആണത്. അതിമനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ്. ഫുള്ള് തേയിലയാണ് കേട്ടോ ഗൈസ്. തേയിലത്തോട്ടമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ, അതായത് മൊത്തം ഒറ്റയടിക്ക് ഞാൻ ഇടുന്നില്ല, വീഡിയോ രണ്ടായിട്ടാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത റൂമാണ്. ഒരു കൊച്ചു റൂമല്ല, ഹോം സ്റ്റേ ആണ്. 2 മുറിയും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ റോഡിന് നേരെ അപ്പുറ സൈഡിൽ കാണുന്നത് ഡാമിൻ്റെ റിസർവ് ഏരിയയാണ്. നമുക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി, ഡാം ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ വൈകിട്ട് തന്നെ അവിടുന്ന് കയറി പോകുന്നതുകൊണ്ട് പിന്നെ ഇറങ്ങിപ്പോയില്ല. ആ സൈഡിൽ തന്നെയാണ് ഡാം. അപ്പം ഡാമിൻ്റെ റിസർവ് ഏരിയ അത് കാണിക്കുന്നുണ്ട്. കാരണം പീപ്പിച്ച് രാവിലെ കിടന്ന് ഉറങ്ങി, ഇതുവരെ എഴുന്നേറ്റില്ല. നല്ല ക്ഷീണത്തിലുള്ള ഉറക്കമാണ്. ഞാൻ വിളിച്ചിട്ടൊന്നും എഴുന്നേറ്റില്ല. എഴുന്നേക്കണ നീ. ഗൈസ്, ഇതാണ് ദുബൈ പറയുന്നത് നമ്മുടെ ഡാമിൻ്റെ റിസർവ് ഏരിയ. ഡാമിൽ വെള്ളം ഇപ്പോൾ തീരെ കുറവാണ്. ആ പച്ചപ്പ് കാണുന്ന മുകളിൽ ആ മരങ്ങളൊക്കെ നിൽക്കുന്ന സൈഡ് വരെ വെള്ളം കയറി നിൽക്കുന്നത്. ഓരോ ഘട്ടമായിട്ട് വെള്ളം വറ്റി ഇറങ്ങി പോയതിൻ്റെ ലെയർ പാടുകൾ കാണാം. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നിറയെ കിളികളൊക്കെ ഉണ്ട്. ഞാൻ അധികം സംസാരിക്കില്ല, നിങ്ങൾ കണ്ടു നോക്ക്. മനോഹരമായ കാഴ്ചകളാണ് ഇനിയുള്ളത്. നമ്മൾ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേയുടെ നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണ്. വഴിക്ക് നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ. ഏതായാലും നമുക്ക് ഇങ്ങനൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ ഭാഗ്യമുണ്ടായി. കിളികളുടെ സൗണ്ട് കേട്ടോ. രാവിലെ ഇരുന്നപ്പോൾ തന്നെ ഇഷ്ടം പോലെ നിറയെ കിളികളാണ്. ഞാൻ ഒരു കിളി അതിനകത്ത് ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടു നോക്കണേ. ഞാൻ പറഞ്ഞ റോഡാണ് കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഡാമിൻ്റെ റിസർവ് ഏരിയ. നമ്മൾ താമസിക്കുന്ന വീട് നേരെ ലെഫ്റ്റ് സൈഡിലും. മുകൾ ഭാഗത്ത് മുഴുവനും മനോഹരമായ തേയിലത്തോട്ടമാണ്. ഞങ്ങൾ രാത്രി വന്നപ്പോഴത്തേക്ക് സത്യത്തിൽ ഈ തേയിലത്തോട്ടമൊന്നും കണ്ടില്ല. ഏതാണ്ട് റോഡിൻ്റെ സൈഡിൽ സാധാരണ ഒരു ഏരിയ എന്നാണ് ഓർത്തത്. നേരെ വെളുത്തപ്പോഴായിരുന്നു നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിന് നല്ലൊരു കുളിർമ തോന്നി. നിറയെ തേയിലത്തോട്ടം. ഇതിന് വേറൊരു രസം വെച്ചാൽ അതിമനോഹരമായിട്ട് സംഭവിച്ചത് നിറയെ പൂക്കളുള്ള ചെടികളാണ്. നിറയെ പൂക്കൾ ഞാൻ കാണിച്ചില്ലേ, ഇപ്പോൾ തന്നെ കാണിച്ചില്ലേ. ഒരു വീടിൻ്റെ സൈഡിൽ നിറയെ പൂച്ചെടികൾ, അതിൽ നിറയെ പൂക്കളാണ്. നമ്മൾ താമസിച്ച വീടിൻ്റെ സൈഡിലും ഉണ്ട്, കുറച്ചങ്ങോട്ട് മാറി ഒരു വീടിൻ്റെ സൈഡിൽ നിറയെ പൂക്കളാണ്. നിങ്ങൾ കണ്ടു നോക്കണേ. ഇത് തമിഴ്നാട്ടിലെ നമ്മൾ സ്റ്റേ ചെയ്തതിൻ്റെ അപ്പുറത്തൊരു ക്ഷേത്രമാണ്. തമിഴ്നാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളും ഈ ഒരു കളർ പാറ്റേണും ഒക്കെ ആയിരിക്കും, ഈ ഒരു സെറ്റപ്പിലായിരിക്കും, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ. പിന്നെ നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോയിലാണ് ബാക്കി ദൃശ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ്, ആരും മിസ് ചെയ്യരുത്. നമ്മളതിനിടയ്ക്ക് അതായത് യാദൃശ്യമായ ഒരു വരയാടിനെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഉണ്ട്. വരയാടിനെ കണ്ട വീഡിയോ. അപ്പം മറക്കാതെ അടുത്ത വീഡിയോ കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ.